നമസ്തേ, നമസ്കാരം. അഭിവന്ദ്യരായ എല്ലാ മലയാളികൾക്കും വൈദ്യ ശ്രേഷ്ഠന്മാർക്കും ഉന്നത MBBS MD MS ഒക്കെ കഴിഞ്ഞ ഉന്നത വൈദ്യശ്രേഷ്ഠന്മാരും അറിയണം, അട്ടപ്പാടിയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വൈദ്യശ്രേഷ്ഠനാണ് വർക്കി വൈദ്യൻ. അദ്ദേഹം പണത്തിനോട് മോഹമില്ലാത്തതുകൊണ്ടും അത്യാർത്ഥി പ്രശസ്തനല്ലാതെ അട്ടപ്പാടിയിൽ കഴിയുന്ന അദ്ദേഹത്തെ ഞാൻ എൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹം കാഴ്ചശക്തി കൂടാനുള്ള ഒരു മരുന്ന് പറഞ്ഞു തന്നു. ഒരു ചെലവുമില്ല. തൊട്ടാവാടി, ടച്ച് മീ നോട്ട്. മോള് സംസ്കൃതത്തിൽ എന്താ പറഞ്ഞു? ലജ്ജാവതി. ലജ്ജാവതി. ഇത് അരച്ച് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് മങ്ങല് മാറുകയും ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് ഒന്നാം തരമാണെന്നും വെളുത്തുള്ളി കണ്ണിലെ 4 പുറം കണ്ണിൽ തേക്കരുത്, കണ്ണടച്ച് തേച്ച് കഴിഞ്ഞാൽ കണ്ണിന്റെ ക്ലബ്. ഇപ്പം എനിക്ക് അനുഭവമായി കൺപോളയുടെ മുകളിൽ. ഇത്തരത്തിലുള്ള വൈദ്യന്മാരെയാണ് ലോകത്ത് ആവശ്യം. രാസപദാർത്ഥങ്ങളും സൈഡ് എഫക്റ്റും ബാക്ക് എഫക്റ്റും ആഫ്റ്റർ എഫക്റ്റുമുള്ള ഞങ്ങളെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്ന മരുന്നിനേക്കാൾ എത്രയോ ഉത്തമമാണ് പ്രകൃതി സൃഷ്ടിച്ച. പ്രകൃതി ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ലെന്ന ഖുറാനിലെ 75-ാമത്തെ അധ്യായമാണെന്ന് ഓർമ്മ. പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ലോകത്തൊന്നും പ്രകൃതിയിൽ ഒന്നും അള്ളാഹു വെറുതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന്. അതുപോലെയാണ് ലോകത്തിൽ ഇത് പറയാൻ കാരണം ഒരു മതവിശ്വാസത്തെ അല്ല പറയുന്നത്. പ്രകൃതിയിലുള്ളതെല്ലാം ചെറിയവൻ തൊട്ട് വലിയവൻ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഇപ്പോൾ തൊട്ടാവാടിയുടെയും വെളുത്തുള്ളിയുടെയും ഗുണം ബോധ്യമായി. ഈ തൊട്ടാവാടിയിലും കാഞ്ഞിരക്കുരുവിലും അതുപോലെ തന്നെ മറ്റേ കടിത്തൂവയിലൊക്കെ 2 ഞാൻ ഗവേഷണം നടത്തി. പക്ഷേ ഇതൊരു അത്ഭുതമായി ഞാൻ വൈദ്യരെ നമിക്കുന്നു, വൈദ്യരുടെ കാല് തൊട്ട് വന്ദിക്കുന്നു. നമസ്കാരം. വർക്കി വൈദ്യരെ പരിചയപ്പെടുക. അട്ടപ്പാടിയിൽ ഒരു അത്ഭുതമാണ് വർക്കി വൈദ്യർ. അങ്ങനെ അഡ്രസ് എന്താ? അഡ്രസ് എവിടെ? വർക്കി വൈദ്യർ നിലപ്പേൽ ഹൗസ് അവിടെ അട്ടപ്പാടിയിൽ അദ്ദേഹത്തിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ പാലക്കാട് നല്ല സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ വൈദ്യ ഗവേഷണം അദ്ദേഹം മാറ്റുന്നു. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക. ഒരു ശാസ്ത്രജ്ഞൻ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ ജുഡീഷ്യൽ മെമ്പറും ലോക സമാധാന പുനരധിവാസ സംഘടനയുടെ അന്താരാഷ്ട്ര ഡയറക്ടർ ജനറലും സെക്രട്ടറി ജനറലുമായി ഇത്തരത്തിലുള്ള പാരമ്പര്യ ഭാരതീയ ചികിത്സകളെ പ്രോത്സാഹിപ്പിക്കുക. ഇത്തരത്തിലുള്ള വൈദ്യന്മാരെ നമിക്കുക. യാതൊരു പാർശ്വഫലങ്ങളുമില്ല. അദ്ദേഹം ഫീസ് വാങ്ങുന്നില്ല. നമ്മളൊരു ആശുപത്രിയിൽ പോയാൽ ഇന്നൊരു 500 റുപ്യെങ്കിലും കൊടുക്കാതെ 10,000 റുപ്യ ഇല്ലാതെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ. അവസാനം രാസപദാർത്ഥങ്ങളുടെ 5 കളിയും. അതുകൊണ്ട് തീർച്ചയായും ഇവരെ പോലുള്ളവരെ ബഹുമാനിക്കുക. നമസ്കാരം. ഗോഡ് ബ്ലസ് യു. എല്ലാവരെയും അനുഗ്രഹിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.